എന്തൊരാണ് മറന്നതെന്ന് കേട്ടെന്നൊക്കെ എടുക്കുന്ന ടീം കണ്ടത്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് എന്തൊരാണ് മറന്നത് കേട്ടെന്ന് വരെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഇത് ഞാൻ കാര്യം തമാശ പറഞ്ഞതല്ല. ഇവര് ഈ ജീവിതത്തോട് കാണിക്കുന്ന ഇന്നത്തെ സന്തോഷത്തിന്റെ എല്ലാത്തിനും കാരണക്കാരനായ കോർബിൻ അഞ്ജലി. രണ്ടൊക്കെ ചിരിക്കാനൊക്കെ അറിയാതെ ഇത്ര നേരം ചേട്ടൻ ചിരിയൊന്നും കണ്ടില്ലല്ലേ? ഞാൻ പറയാതിരിക്കാറുണ്ട്. അപ്പൊ ചിരി ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല, ഈ പുഞ്ചിരി എപ്പോഴും ഉണ്ടാകട്ടെ കേട്ടോ. ഫോട്ടോയൊക്കെ എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് വൃത്തിയായിട്ട് നോക്കണം. ഓക്കെ, എല്ലാ മംഗളങ്ങളും രണ്ടുപേർക്ക് നേരെയാണ്. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷമുണ്ട് കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാര്യമുണ്ട്. വീഞ്ഞ് തീർന്നു പോവാ, ഒരപ്പന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോവുക, ഒരു കുടുംബം ഒത്തിരിയേറെ സങ്കടത്തിലേക്ക് കടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു കല്യാണം നടക്കുക, അവിടെ ഭക്ഷണം കൊടുക്കാൻ തികഞ്ഞില്ല എന്ന് ചിന്തിച്ചു നോക്കുക. ആ വീട്ടുകാർക്കും ആ പയ്യനും ആ കൊച്ചിനുണ്ടാകുന്ന ഒരു സങ്കടമുണ്ട്. നാട്ടുകാർ നാളെ പറയും, ഓ നിന്റെ കല്യാണത്തിന് വന്നിട്ട് ഭക്ഷണം പോലും തികഞ്ഞില്ലല്ലോ, നാണം കെട്ട പരിപാടി പറയും. നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ നാണം കെട്ട ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലാണ് കാനായിലെ കല്യാണ വീട്. ആ വീട്ടിലേക്കാണ് ഈശോയും മാതാവും കടന്നു വരിക. എനിക്ക് കോർബിനോടും അഞ്ജലിയോടും പറയാനുള്ള ആദ്യത്തെ കാര്യം, മാതാവും ഈശോയും പുണ്യാത്മാക്കളും ശിഷ്യന്മാരും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കാരണം എന്താണെന്നറിയോ? ഓർവേ കണക്ക് തെറ്റിപ്പോകും പലപ്പോഴും കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ പല കാര്യങ്ങളും നടന്നു വരില്ല. പല കാര്യങ്ങളും നടന്നു വരില്ല. ഈ കാനായിലെ കല്യാണ വീട്ടിലെ അപ്പൻ ഒരിക്കലും 1000 പേര് ഭക്ഷണത്തിന് വിളിച്ചിട്ട് 500 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയ ഒരു അപ്പനല്ല. 1000 പേരെ വിളിച്ച് 1500 പേർക്ക് ഭക്ഷണം ഒരുക്കിയ ഒരു അപ്പനാണ്. ആ അപ്പന്റെ കണക്ക് കൂട്ടൽ വരെ തെറ്റിപ്പോകും. എനിക്ക് കോർബിനോടും അഞ്ജലിയോടും പറയാനുള്ളത്, കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകും പലപ്പോഴും. ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കണമെന്നില്ല പല കാര്യങ്ങളും. കോർബിൻ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കും, അഞ്ജലി ആയിരിക്കണമെന്നില്ല. പല കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാവും. കോർബിനോടൊക്കെ ഒരേപോലെ തന്നെയാണ്. കോർബിൻ വിചാരിച്ച പോലെ ആയിരിക്കുന്നില്ല. ചില കാര്യങ്ങളൊക്കെ അഞ്ജലിക്ക് വ്യത്യാസം ഉണ്ടാവും. ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ, ഈ കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ടാകുമ്പോ, എന്റെ കണക്ക് കൂട്ടലുകളെക്കാളും അപ്പുറം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എപ്പോഴും കോർബിനും അഞ്ജലിയും മനസ്സിലാക്കണം. വിവാഹ ജീവിതത്തില് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം, ഈശോയും മാതാവും കൂടെ വേണം. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കോർബിനെ പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന. അഞ്ജലി കുടുംബ പ്രാർത്ഥന വേണം. കോർബിന് വേണ്ടി പ്രാർത്ഥിക്കണം, അഞ്ജലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പോരാ, ഈ രണ്ടപ്പനമ്മമാരുണ്ട്. മരുമകനും മരുമകളല്ല, അപ്പനും അമ്മയും കേട്ടോ. രണ്ടുപേർക്കും, ഞാനും മരുമോനോ മരുമോളെന്നില്ല, രണ്ടുപേർക്കും അപ്പനും അമ്മയും, രണ്ടപ്പനമ്മയുണ്ട്. അവർക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ രണ്ടുപേർക്കും പറ്റണം. അപ്പൊ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥന ചെല്ലണം കേട്ടോ, എല്ലാ ദിവസവും. അല്ലെങ്കിൽ ഓർമ്മ ഓർത്തേക്ക് ഇനി ചാവണ വരെ മുഖം കണ്ടുകൊണ്ടിരിക്കണം, വേറൊരു മുഖം കാണാൻ പറ്റില്ല. ഓ എന്തൊരു കഷ്ടം. പക്ഷെ അതിലെന്തും പൊതുവെ ഉള്ളതായിട്ട് തോന്നണമെങ്കിൽ എന്താണ്? എന്നും പ്രാർത്ഥനയോടെ ദൈവം നമ്മുടെ കൂടെ വേണം കേട്ടോ. അപ്പൊ കോർബിനും അഞ്ജലിയോടും എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം, പ്രാർത്ഥന ഉണ്ടാകട്ടെ, പ്രാർത്ഥന ഉണ്ടാകട്ടെ. ഈശോയോടും മാതാവിനോടും മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. നമ്മൾ വിചാരിച്ചൊരു ടീമിനല്ല. ചിലപ്പോൾ ചിന്തിച്ച ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം നല്ലൊരു സ്വഭാവമുള്ള വ്യക്തിയായിരിക്കും ചിലപ്പോൾ അഞ്ജലി. ഓർമ്മ ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അഞ്ജലിയുടെ ചില പ്രവർത്തികളുടെ ദൈവം ഇത്രയും നല്ലൊരു കൊച്ചായിരുന്നോ, ഇത്രയും ഭാഗ്യം എനിക്കുണ്ടോ എന്ന് ചിന്തിക്കാൻ കോർബിന് ഇടവരത്തില്ല. അഞ്ജലിയോട് എനിക്ക് തന്നെ പറയാറുള്ളത്, ഇത്രയും നല്ലൊരു പുരുഷനെ എനിക്ക് കിട്ടിയില്ലെന്ന് പറയാനും കേട്ടോ. അങ്ങനെ ചിന്തിക്കാൻ ചിലപ്പോൾ ഇടവരുത്തുന്നു പറയാൻ. അതുകൊണ്ട് ഞാൻ പറയുക, നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലുകൾ തെറ്റുമ്പോ ആ കണക്ക് കൂട്ടലുകളെക്കാളും ഒക്കെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുക. വിവാഹത്തിൽ എത്ര പേര് തമ്മിലാണ്? ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക, മാരേജ് കോഴ്സ് ക്ലാസ്സിലുണ്ട്. വിവാഹത്തിൽ പേര് തമ്മിലാണ് 3 പേർ തമ്മിലാണ്. ഞാൻ ചോദ്യം ചോദിക്കും, ഇതൊക്കെ ഞാൻ ഓർത്തിരിക്കണം കേട്ടോ, ഒക്കെ ചോദിക്കും. 3 പേർ തമ്മിലാണ്. ആരൊക്കെയാ? കോർബിനും അഞ്ജലിയും ഈശോയും. 3 പേരെ വെച്ച് സഭ കെട്ടുന്ന ഒരു കെട്ടാണ്. നിങ്ങൾ 2 പേര് തമ്മിലല്ല വിവാഹം. അത് എപ്പോഴും ചിന്തിച്ചോണം. നിങ്ങൾ 2 പേരല്ല, അവിടെ ഈശോയുണ്ട്. ഈശോയും വെച്ച് സഭയുടെ നിലയിൽ നിന്നുകൊണ്ട് ഞാനവിടെ കെട്ടി വിടാണ് ജീവിതത്തിലേക്ക്. അവിടെ 3 പേരും ഇല്ലെങ്കിൽ ആ കെട്ടിന് കുറവുണ്ടാവും,
പ്രശ്നങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. ഏറ്റവും ആദ്യം പോകാൻ ചാൻസ് ആരായിരിക്കും? അഞ്ജലി. ഈശോയായിരിക്കും കേട്ടോ. പ്രാർത്ഥന കുറയുമ്പോ, പ്രവർത്തനം കുറയുമ്പോ, കുമ്പസാരം കുറയുമ്പോ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാതിരിക്കുമ്പോ ഈശോ പതുക്കെ അകന്നു പോകും. ഈശോ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും അകലാനുള്ള ചാൻസുകൾ ഉണ്ട്. അതുകൊണ്ട് എന്റെ കോർബിനോടും അഞ്ജലിയോടും എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകുക. വിവാഹ ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക കേട്ടോ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ക്യാമറമാരെ നോക്കി എന്തൊരാണ് മറന്നതേ നോക്കി കേട്ടെന്ന കേട്ടിട്ടുണ്ട്. ടീം കണ്ടത് കാര്യമായിട്ട് പറഞ്ഞത് എന്തൊരാണ് മറന്നത കേട്ടെന്ന് വരെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഇത് ഞാൻ കാര്യം തമാശ പറഞ്ഞതല്ല. ഇവര് ഈ ജീവിതത്തോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്. അവനെന്നെ നോക്കുക, ചിലപ്പോൾ തല്ലിയിരിക്കും, പേടിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറയാ, ഇവര് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്. കൃത്യമായിട്ട് അത് ഫോട്ടോ എടുക്കുന്നുണ്ട്. താങ്ക് യു. ഇവര് ഈ ജീവിതത്തോട് ഒരു നിമിഷം പോലും അവര് തിരികെത്തിക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നതോ വിട്ടുകളിക്കില്ല. ജീവിതത്തിലെ എല്ലാ നിമിഷത്തിനും ഒപ്പെടുത്തോണ്ടിരിക്കാൻ ക്യാമറയില് അവര് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ഉണ്ടാവും ജോലിയോട്. എനിക്ക് നിങ്ങളോട് പറയാം, അതിന് ജോലിയല്ല, നിങ്ങളുടെ വിവാഹ ജീവിതമാണ്. ജീവിതം, ഈ ജീവിതത്തോട് ഒരു ആത്മാർത്ഥത പുലർത്തണം. ആര്? ഓർബിനും അഞ്ജലി. എന്ന് വെച്ചാൽ ആത്മാർത്ഥത പുലർത്തണം. ഇത് എന്റെ ജീവിതം, ആത്മാർത്ഥതയോടെ ജീവിക്കണം. പാപി കൊടുത്തിട്ടല്ല, മുഴുവൻ കൊടുത്ത് ജീവിക്കണം. ഗോർബിനെ എല്ലാത്തിനേക്കാളും ഉപരി സ്നേഹിച്ചോണ്ട് അഞ്ജലി കേട്ടോ. ഗോർബി എല്ലാത്തിനും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗോർബിൻ എല്ലാത്തിനേക്കാളും ഉപരി അഞ്ജലിയെ സ്നേഹിച്ചോളൂ, വിശ്വസിച്ചോളാം. എന്തിനേക്കാളും ഉപരി വിശ്വസിച്ചോളാം ഗോർബിനെ. ഗോർബിനാണ് ഞാൻ എല്ലാം അഞ്ജലിയുടെ. അഞ്ജലി ഗോർബിന്റെയാണ് അഞ്ജലി കേട്ടോ. രണ്ടുപേരും അതുപോലെ മനസ്സിലാക്കി ഒറ്റക്കെട്ടായിട്ട് ആത്മാർത്ഥതയോടെ ജീവിക്കണം. എല്ലാത്തിലും ആത്മാർത്ഥത വേണം. സ്നേഹത്തിന്റെ കാര്യത്തിൽ ആത്മാർത്ഥത വേണം. ആദ്യ സ്നേഹമല്ല, മുഴുവൻ സ്നേഹം കൊടുക്കാൻ പഠിക്കണം. വിശ്വസിക്കണം, ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം. അപ്പോഴാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് അഴകുണ്ടാകുള്ളൂ, ഭംഗിയുണ്ടാകുള്ളൂ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പ്രാർത്ഥന വേണം, പൊറുവെ ചോദിക്കട്ടെ. രണ്ടാമത്തത്, ആത്മാർത്ഥത വേണം. മൂന്നാമത്തെ കാര്യം, ഗോർബിനെ നോക്കിക്കഴിയുമ്പോൾ അഞ്ജലി ഇഷ്ടംപോലെ പവർ കണ്ടെത്താൻ പറ്റും അല്ലെ? ഞാനൊരു അഞ്ജലി ചോദിച്ചിട്ട്, ഈ കല്യാണാലോചന നടക്കുന്ന സമയത്ത് അഞ്ജലിയുടെ വീട്ടുകാർ ഗോർബിനെ കുറിച്ച് അന്വേഷിച്ചെന്നാ അന്വേഷിച്ചില്ലേ? വലിയ തിരക്കടില്ല എന്നൊക്കെ കണ്ടില്ലേ? ആ ഗോർബിനെ കുറിച്ച് അന്വേഷിച്ചു. നമ്മൾ അന്വേഷിക്കണം എന്നല്ല പറഞ്ഞേ, അന്വേഷിക്കണം. ഗോർബിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ചില കുറ്റങ്ങളൊക്കെ കേട്ടോ, കേട്ടാലും കണ്ടോ കേട്ടോ, നേരെ പ്രശ്നം. ചില കുറ്റങ്ങളൊക്കെ കേട്ടോ. പക്ഷെ അഞ്ജലി കണ്ടത് കുറെ നന്മയാണ് അല്ലേ? ഗോർബിന്റെ കുറെ നന്മകളെ കണ്ടകളെ അഞ്ജലി അല്ലേ? ഗോർബിനോട് എനിക്ക് പറയാനുള്ളത് തന്നെയാ. ഗോർബിൻ അഞ്ജലിനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ കുറച്ച് കുറ്റങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ കുറെ നന്മകൾ കണ്ടു ഗോർബിൻ ഇല്ലേ? ആ നന്മകൾ കണ്ടതുകൊണ്ടാണ് അഞ്ജലിയെ സ്വീകരിക്കാൻ ഗോർബിൻ തയ്യാറായതും ഗോർബിനെ സ്വീകരിക്കാൻ അഞ്ജലി തയ്യാറായതും അല്ലേ? ശരിക്കും അതല്ലേ കാര്യം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നറിയോ? ഇനി വിവാഹ ജീവിതത്തിൽ ഇഷ്ടംപോലെ കുറവുകൾ കാണും. അടിയുണ്ടാവും, ഊരടി നല്ല വഴക്കുണ്ടാവും കേട്ടോ. അതൊക്കെ ഉണ്ടാവും. ഇവിടെ വഴക്കൂടാത്ത അഞ്ജലിയുടെ അപ്പനമ്മ വഴക്കൂടാറില്ലേ? നാലാട്ടി കഥയുള്ള കാര്യമുള്ളത്. ഗോർബിന് കൂടാറില്ലേ? ചേട്ടൻ നോക്കിയിരിക്കുക, വഴക്കൂടും, നല്ല വഴക്കൂടും. നല്ല കുടുംബ ജീവിതത്തിനുണ്ട് വഴക്ക്, ഒച്ചപ്പാട്. പക്ഷെ ചിന്തിക്കേണ്ട കാര്യം അറിയോ? ആ വഴക്കുകളെക്കാളും ഒക്കെ അപ്പുറം സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാ കുടുംബ ജീവിതത്തിന്റെ അർത്ഥം ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ഗോർബിനോടും അഞ്ജലിയോടും പറയാനുള്ളത് തന്നെയാ. വഴക്കും ഒച്ചപ്പാടൊക്കെ കുടുംബ ജീവിതത്തിലുണ്ട്. പക്ഷെ എപ്പോഴും അഞ്ജലിയും ഗോർബിനും ചിന്തിക്കേണ്ട കാര്യം, ഇതെന്റെ ദൈവം തന്നതാണ്. 100 കുറ്റങ്ങൾ ഉണ്ടാകാം, പക്ഷെ 1000 കാരണങ്ങൾ ഉണ്ടാകും സ്നേഹിക്കാൻ. 100 കുറ്റങ്ങൾ ഉണ്ടാകാം, പക്ഷെ 1000 കാരണങ്ങൾ ഉണ്ടാകും സ്നേഹിക്കാൻ. 1000 കാരണങ്ങൾ സ്നേഹിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തിക്കൊള്ളു. 100 കുറ്റങ്ങൾ കണ്ടേര്. ആ കുറ്റങ്ങളെ മാറ്റി വെച്ചിട്ട് സ്നേഹിക്കാനുള്ള 1000 കാരണങ്ങൾ കണ്ടെത്തിക്കൊള്ളതേ ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്നതാ. ഈ വിവാഹത്തിന് മുമ്പ് നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ നല്ലത് കുറെ കേട്ടു. ആ നല്ലത് കണ്ടുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് വന്നേക്ക് രണ്ടുപേരും. എനിക്ക് ഗോർബിനോടും അഞ്ജലിയോടും പറയാനുള്ള കാര്യം അത് തന്നെയാണ്. നല്ലത് കാണുക, രണ്ടുപേരും നല്ലത് കാണുക. ഗോർബിനെ അഞ്ജലി ഒരു നല്ല കറി ഉണ്ടാക്കി തന്ന, ഉണ്ടാക്കി പറയാൻ പാടില്ല, എന്നാലും നല്ലൊരു കറി ഉണ്ടാക്കി തന്ന ഗോർബിൻ എന്ത് പറയണം? ഉപ്പ് ഇച്ചിരി കൂടി കിടന്നാലും പറയണം കൊള്ളാടി എന്ന് പറയണം. അപ്പൊ അവള് പറയും, എന്ത് പറയും? എന്റെ ചേട്ടാ ഉപ്പ് ഇച്ചിരി കൂടുതലാണെന്നറിയാം, എന്നാലും അവർ പറയും അത് കുഴപ്പമില്ല, ശരിയാ കടി പറയും. അതൊരു
മനസ്സിലാക്കി സ്നേഹിക്കുക. അഞ്ജലി അങ്ങനെ തന്നെ ചുമന്ന ഷർട്ടും കറുത്ത പാൻറ്റിട്ട് നിൽക്കുമ്പോൾ പറയണം ചേട്ടാ, ചോദിക്കും ചിലപ്പോൾ കോർബിൻ എങ്ങനെയുണ്ട്. അഞ്ജലി എന്ന് പറയണം കോമാളിനെ പോലെ ഇരിക്കണമെന്ന് പറയുന്നത്, സുന്ദരനാന്ന് പറയണം. അവിടെയാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പരസ്പരം കോർബിനും അഞ്ജലിക്കും നന്മ കാണാൻ പഠിക്കുക കുടുംബജീവിതത്തിൽ. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ വേണ്ട കാര്യം അത് തന്നെയാണ്, നന്മ കാണുക. കുറെ കുറ്റങ്ങളുണ്ടാകും, ആ കുറ്റങ്ങളെ അവിടെ മാറ്റി വെച്ചിട്ട് നന്മ കാണാനും അത് അംഗീകരിക്കാനും മനസ്സിലാക്കാനും പരിശ്രമിക്കുക. 3 കാര്യങ്ങൾ പറഞ്ഞു. പ്രാർത്ഥന വേണം, ആത്മാർത്ഥത വേണം, എന്താണ് മൂന്നാമത്തത്? നന്മ കാണാൻ പഠിക്കണം കേട്ടോ. അവസാനത്തെ കാര്യം സ്നേഹിക്കണം. സ്നേഹിക്കണമെന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചോളൂ. എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം, ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് കോർബിനെ. ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം ഏതായിരിക്കണേ? ഏതാ സമ്മാനം? ഒരു മുഖത്തേക്ക് നോക്കി, ആ മുഖമാണ് കേട്ടാ, ഈ മുഖമാണ് ദൈവം തന്ന സമ്മാനം. അഞ്ജലി, ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാ? ദൈവം കോർബിൻ ഇത് കേട്ടോ. ഇത് രണ്ടുപേർക്കും അങ്ങോട്ടും കൂടെ സ്നേഹിക്കും, മനസ്സിലാക്കിക്കൊള്ളാം. ഇതെന്റെ ദൈവം തന്ന സമ്മാനം, ഏറ്റവും വലിയ സമ്മാനം. ഈ സമ്മാനത്തെക്കാളും വലിയൊരു സമ്മാനം ഇനി തരാനില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ കൂടെ നിന്നോളാം ഉറപ്പെടുത്തുള്ളൂ കേട്ടോ. ഇന്ന് ബൈബിളിൽ തൊട്ടൊരു പ്രതിജ്ഞ എടുക്കും. ഇന്ന് തൊട്ട് മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ പറഞ്ഞൊരു തീരുമാനങ്ങൾ എടുക്കും. അത് ജീവിതത്തിന്റെ അവസാനം വരെ എടുക്കേണ്ട ഒരു തീരുമാനം. അത് ഈ തീരുമാനം എടുക്കുമ്പോൾ അതനുസരിച്ച് ജീവിച്ചോളാം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുക. ഒരു കാര്യം കൂടി പറഞ്ഞു. ഇന്ന് താലി കെട്ടും, അഞ്ജലിന്റെ കഴുത്തിൽ ഓർമ്മ കെട്ടിക്കൊടുക്കും. ഈ താലിയിൽ നിന്നുള്ള അഞ്ജലി എന്താ കുരിശ്, ഓർമ്മ കുരിശായിട്ടാണോ? ആണോ? ആണോ? അങ്ങനെയാണോ? അല്ല. കുരിശെന്ന് പറയുന്ന ഒരു സംരക്ഷണമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊക്കെ ചെയ്തിട്ട് കരടിവാള് വീണ്ടുമ്പോൾ നമ്മുടെ അമ്മമാര് പറയായിരുന്നു കുരിശെടുത്ത് കൈ പിടിക്കണമെന്ന്. കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ അമ്മമാര് പറയായിരുന്നു കുരിശ് വരച്ചിട്ട് കിടക്കണമെന്ന്. എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ അമ്മമാര് പറയായിരുന്നു കുരിശ് വരച്ചിട്ട് ചെയ്യാവൂ. ഇതൊരു പേടിപ്പെടുത്തുന്ന അടയാളമല്ല, കുരിശായതുകൊണ്ടല്ല, സംരക്ഷണമായിരുന്നു. അഞ്ജലിയുടെ സംരക്ഷണമാണ് ആര്? ഓർബിൻ. ഓർബിന്റെ സംരക്ഷണമാണ് ആര്? അഞ്ജലി. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും സംരക്ഷിക്കാനും പറ്റട്ടെ. നിർത്തുക. ജീവിതം സുന്ദരമാകട്ടെ. കാരണം പരസ്പരം കൊടുത്തും മനസ്സിലാക്കി ജീവിക്കാൻ, അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക. അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല, അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക. എന്റെ ഓർബിൻ ഇങ്ങനെയാണ്, എന്റെ അഞ്ജലി ഇങ്ങനെയാണ്. അത് മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ രണ്ടുപേർക്കും കഴിയട്ടെ. ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ അച്ഛന്മാരെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം സമൃദ്ധമായിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. ഇത് സുന്ദരമായ ഒരു ലൈഫാണ്. പക്ഷെ പൊട്ടല് വീണ തീർന്നു, പൊട്ടിക്കാതിരിക്കാൻ രണ്ടുപേരും നോക്കിക്കോളൂ. ദൈവം കൃപ തരട്ടെ.